ഇന്ത്യക്കിട്ട് അമേരിക്ക ഇപ്പോൾ നല്ലൊരു പണി നൽകിയിരിക്കുകയാണ്. ഇന്ത്യയുടെ സമുദ്ര നിരീക്ഷണ ശൃംഖല ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ നീക്കത്തിനാണ് ഇപ്പോൾ അമേരിക്ക തിരിച്ചടി നൽകിയിരിക്കുന്നത്. 6 P-8I പോസിഡോൺ സമുദ്ര പെട്രോളിംഗ് വിമാനങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഇന്ത്യയുടെ സമുദ്ര നിരീക്ഷണ ശൃംഖല ശക്തിപ്പെടുത്താനാണ് ഇന്ത്യ തീരുമാനിച്ചിരുന്നത്. എന്നാൽ അമേരിക്ക ഇപ്പോൾ അപ്രതീക്ഷിതമായി ഈ യൂണിറ്റിന്റെ വില 50% വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ഇപ്പോൾ അമേരിക്കയുടെ ഈ വില വർധന ഈ ഏറ്റെടുക്കലിന് ഏകദേശം $3.6 ബില്യൺ എത്തിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ സായുധ സേന ഇപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. മൊത്തം 6 P-8I പോസിഡോൺ സമുദ്ര പെട്രോളിംഗ് വിമാനങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് സായുധ സേന തീരുമാനിച്ചിരുന്നത്. ഇതിപ്പോൾ 6 വിമാനങ്ങളിലുള്ള ആദ്യ പദ്ധതി കുറയ്ക്കണോ അതോ മുഴുവൻ വാങ്ങലും പൂർണ്ണമായും നിർത്തലാക്കണോ എന്ന കാര്യത്തിലാണ് ഇന്ത്യൻ സായുധ സേനയ്ക്ക് ഇപ്പോൾ ആശയക്കുഴപ്പം. വർദ്ധിച്ചു വരുന്ന തർക്കങ്ങൾ നിറഞ്ഞ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ സമുദ്ര മേഖലയെ കുറിച്ചുള്ള അവബോധത്തിൽ നിർണായക വിടവുകൾ അവശേഷിപ്പിച്ചേക്കാവുന്ന ഒരു നീക്കമാണിത്. നിലവിൽ നമ്മുടെ ഇന്ത്യയെ പ്രവർത്തിപ്പിക്കുന്നത് 12 P-8I പോസിഡോൺസ് ആണ്. ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ബോയിങ് ആണ്. ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനി വിരുദ്ധ യുദ്ധ വിമാനങ്ങളുടെയും ഇന്റലിജൻസ്, നിരീക്ഷണം, രഹസ്യാന്വേഷണം എന്നിവയുടെയും നട്ടെല്ലായി പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നതാണ് ഈ P-8I പോസിഡോൺസ്. P-8A പോസിഡോണിന്റെ ഒരു നിർദ്ദിഷ്ട വകഭേദമാണ് ഇന്ത്യ ഉപയോഗിക്കുന്ന P-8I. ഇന്ത്യൻ നാവികസേനയുടെ ആവശ്യങ്ങൾക്കനുസൃതമായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ സമുദ്ര പിൻമുറ്റത്തിന്റെ വിശാലമായ ഭൂമിശാസ്ത്രപരമായ വിസ്തൃതിക്ക് അനുയോജ്യമായ നൂതന സംവിധാനങ്ങളാണ് ഇതിൽ സംയോജിപ്പിച്ചിരിക്കുന്നത്. സാധാരണ വാണിജ്യ എയർഫ്രെയിമുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യക്ക് വേണ്ടിയിട്ട് ബോയിങ് P-8I 737-800 ERX പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. എക്സ്റ്റൻഡഡ് റേഞ്ച് പെട്രോളിംഗ്, അഡ്വാൻസ്ഡ് ASW ഓപ്പറേഷനുകൾ, തീരദേശ ബേസുകളിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരത്തിൽ ഉയർന്ന നിലവാരമുള്ള ആന്റി സർഫസ് വാർഫെയർ എന്നിവയ്ക്കായി വളരെയധികം ഈ വിമാനം പരിഷ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വിമാനത്തിന്റെ കുത്തനെയുള്ള ഈ ചെലവ് കുതിച്ചുചാട്ടത്തെ അമേരിക്ക ന്യായീകരിക്കുന്നത് ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ, അസംസ്കൃത വസ്തുക്കളുടെ വിലയിലെ വർധനവ്, വർദ്ധിച്ചു വരുന്ന തൊഴിൽ ചെലവുകൾ, പകർച്ചവ്യാധിക്ക് ശേഷം പ്രധാന ബഹിരാകാശ ഉൽപാദന മേഖലകളെ തടസ്സപ്പെടുത്തുന്ന തുടരുന്ന ഘടകങ്ങൾ എന്നിവയൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് അമേരിക്ക ഇപ്പോൾ ഈ വില ഇത്രയധികം വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നത്. 2009 ജനുവരിയിൽ ഏകദേശം $2.1 ബില്യൺ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ 8 P-8I പോസിഡോൺ വിമാനത്തിന്റെ കരാറിൽ ഒപ്പുവെച്ചത്. ഇതിന്റെ പരിശീലനം, അറ്റകുറ്റപ്പണി, ലോജിസ്റ്റിക്കൽ പിന്തുണ എന്നിവ ഉൾപ്പെടെയാണ് ഏകദേശം ഈ $2.1 ബില്യൺ എന്ന് പറയുന്നത്. ഇതിനുശേഷം ആദ്യത്തെ P-8I 2012 ഡിസംബർ 19 സിയാറ്റിലിൽ ബോയിങ് ഔപചാരികമായി എത്തിക്കുകയും ചെയ്തു. തുടർന്ന് 2013 മെയ് 15 തമിഴ്നാട്ടിലെ INS രജാലിയിൽ ഉൾപ്പെടുത്തി ഇന്ത്യയുടെ കടലിനടിയിലെ യുദ്ധശേഷിയിൽ ഒരു പുതിയ യുഗത്തിന് ഇത് തുടക്കം കുറിക്കുകയായിരുന്നു. 2015 ആയപ്പോഴേക്കും 8 വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നു. അറബിക്കടല്, ബംഗാൾ ഉൾക്കടല്, ഇന്ത്യയുടെ വ്യാപാര ധമനികളുടെ പ്രധാന ഇടുങ്ങിയ ചോക്ക് പോയിന്റുകൾ എന്നിവ നിരീക്ഷിക്കുന്നതിനായി തന്ത്രപരമായി സ്ഥാപിച്ചിരുന്ന INS രജാലി, INS ഹൻസ എന്നീ 2 പ്ലാറ്റ്ഫോമുകൾക്ക് വേണ്ടി ഇത് വിഭജിക്കുകയായിരുന്നു. അങ്ങനെ 2016 ജൂലൈയിലായപ്പോഴേക്കും ഇന്ത്യ വീണ്ടും 4 പോസിഡോണുകൾക്കായി അമേരിക്കയുമായി ഒരു കരാർ ഒപ്പുവെക്കുന്നു. ഇതെന്ന് പറയുന്നത് ഏകദേശം $1 ബില്യൺ ആയിരുന്നു. ഇങ്ങനെ ഈ 4 എണ്ണം കൂടി എത്തുന്നതോടുകൂടി ഇന്ത്യക്ക് മൊത്തത്തിൽ P-8Iയുടെ എണ്ണം എന്ന് പറയുന്നത് 12 ഉയർന്നു. അതായത് ചൈനയുടെ അന്തർവാഹിനികളുടെ, പ്രത്യേകിച്ച് ആണവോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെയൊരു തീരുമാനവുമായി മുന്നോട്ട് പോയത്. ഈ P-8Iയുടെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് അതിന്റെ ശക്തമായ മൾട്ടി മിഷൻ പ്രൊഫൈലാണ്. ISR, ASW, ASUW എന്നിവയുടെ മാരകമായ സംയോജനവും 7500 കിലോമീറ്റർ തീരപ്രദേശത്തും അതിനപ്പുറത്തും ഇന്ത്യക്ക് സമാനതകളില്ലാത്ത സാഹചര്യ അവബോധവും നൽകുന്ന ഒരു ദ്രുത ആക്രമണ ശേഷിയാണ് P-8Iക്കുള്ളത്. അതേപോലെ തന്നെ ശക്തമായ ഒരു AESA റഡാർ, ഒരു അഡ്വാൻസ്ഡ് മാഗ്നറ്റിക് അനോമലി ഡിറ്റക്ടർ, ബൂം, സോണോബോയ്സ്, ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങൾ, എൻക്രിപ്റ്റ് ചെയ്ത തന്ത്രപരമായ ഡേറ്റ ലിങ്കുകൾ എന്നിവ ഇതിന്റെ മിഷൻ സെൻസർ ഉണ്ട്. ഇത് നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധ പരിതസ്ഥിതിയിൽ വിമാനത്തെ ഒരു പ്രധാന നോഡായി പ്രവർത്തിക്കാൻ പ്രാപ്തമാക്കുന്നു. ഓരോ പോസിഡോണും AGM-84L ഹാർപൂൺ ബ്ലോക്ക് 2 കപ്പൽ വിരുദ്ധ മിസൈലുകളും MK-54 ഭാരം കുറഞ്ഞ ടോർപിഡോകളും കൊണ്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതുവഴി ഇത് ശത്രുക്കളുടെ അന്തർവാഹിനികളെയോ ഉപരിതല പോരാളികളെയോ കണ്ടെത്തുകയും ട്രാക്ക് ചെയ്യുകയും ഇതിനെ വിചാരണ ചെയ്യുകയും ചെയ്യുന്നു. പരമ്പരാഗത ഡീസൽ ഇലക്ട്രിക്കുകൾ മുതൽ ഇന്ത്യൻ മഹാസമുദ്രത്തിനുള്ളിൽ ആഴത്തിൽ ആണവ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിവുള്ള ടൈപ്പ് 094 ജിൻ ക്ലാസ് പോലുള്ള SSBN വരെയുള്ള അന്തർവാഹിനി വിന്യാസങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്ന ഈ സാഹചര്യത്തിൽ ഇതേപോലെയുള്ള ഇത്തരത്തിലുള്ള ശേഷികൾ ഇന്ത്യക്ക് നിർണായകമായ ഘടകം തന്നെയാണ്. 10 മണിക്കൂർ വരെ ഇന്ധനം നിറയ്ക്കാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന P-8Iയുടെ നീട്ടിയ കാലുകൾ,
മലാക്ക കടലിടുക്ക് 9 ഡിഗ്രി ചാനൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലേക്കുള്ള സമീപനങ്ങൾ തുടങ്ങിയ തന്ത്രപ്രധാനമായ കടൽ പാതകളിലും ചോക്ക് പോയിന്റുകളിലും ഇന്ത്യൻ നാവികസേനയ്ക്ക് നിരന്തരമായ നിരീക്ഷണം നടത്താൻ സാധിക്കും. ഈ കടലിടുക്കും ഈ ചോക്ക് പോയിന്റുകളും വഴിയാണ് ഇന്ത്യയുടെ ഹൈഡ്രോ കാർബൺ ഇറക്കുമതിയുടെയും ചരക്ക് വ്യാപാരത്തിന്റെ 90% നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ മാരിടൈം ഡൊമൈൻ അവയർനെസ് ഇന്ത്യയുടെ സുരക്ഷാ സിദ്ധാന്തത്തിലെ ഒരു വിട്ടുവീഴ്ച ചെയ്യാനാവാത്ത ഘടകമായി ഈ P8I മാറ്റുന്നു. പ്രവർത്തനപരമായി വ്യത്യസ്ത സമുദ്ര മേഖലകളിൽ ഒരേ സമയം ഒന്നിലധികം P8Iകൾ വിന്യസിക്കാനുള്ള കഴിവ് ഒരു പാളികളുള്ള കണ്ടെത്തൽ വലയാണ് ഇന്ത്യക്ക് സൃഷ്ടിക്കുന്നത്. ഇത് എതിരാളി അന്തർവാഹിനികളെ കൂടുതൽ നേരം വെള്ളത്തിൽ മുങ്ങാനും കൂടുതൽ ജാഗ്രതയോടെ നീങ്ങാനും ഉപരിതലത്തിലേക്ക് കടക്കാൻ ശ്രമിച്ച അപകട സാധ്യത കണ്ടെത്താനും പ്രേരിപ്പിക്കുന്നു. ഇതിനൊരു അതിശക്തമായ ASW ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇതിനപ്പുറം ഈ P8I എന്ന് പറയുന്ന ഒരു ശക്തമായ വേട്ടക്കാരൻ അല്ലെങ്കിൽ ഒരു കൊലയാളി എന്ന നിലയിൽ കൂടി പ്രസക്തിയാണ്. അതായത് ശത്രുതാപരമായ യുദ്ധ കപ്പലുകൾക്കെതിരെ ആക്രമണ ഓപ്ഷനുകൾ തടസ്സമില്ലാതെ സംയോജിപ്പിക്കുകയും ഇന്ത്യൻ നാവികസേനയുടെ കാരിയർ ആക്രമണ ഗ്രൂപ്പുകൾക്ക് തത്സമയ ഡേറ്റ നൽകാനും ഇതിന് സാധിക്കും. അതായത് ഇന്ത്യയുടെ നാവികസേനയ്ക്ക് ഈ P8I പോസിഡൺ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു ശക്തി ഗുണിതമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. INS വിക്രമാദിത്യ, INS വിക്രാന്ത്, അതിന്റെ അടുത്ത തലമുറ ഡിസ്ട്രോയറുകൾ തുടങ്ങിയ മുൻനിര ആസ്തികളുടെ വ്യാപ്തിയാണ് ഇത് വർദ്ധിപ്പിക്കുന്നത്. ഈ P8Iയുടെ തന്ത്രപരമായ ഡേറ്റ ലിങ്കുകൾ, ഉപരിതല കപ്പലുകൾ, തീരത്തെ കമാൻഡ് സെന്ററുകൾ, ഉയർന്നു വരുന്ന UAV ആസ്തികൾ എന്നിവയുമായി ISR ഫീഡുകളെ സംയോജിപ്പിക്കാനും ഇതിന് സാധിക്കും. ഉയർന്ന വേഗതയിലുള്ള സമുദ്ര പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമായ ഒരു പൊതു ഓപ്പറേറ്റിംഗ് പിക്ചർ ഇതുമൂലം ഇതിനെ ഒരുമിച്ച് ചേർക്കാൻ സാധിക്കും. വിശാലമായ ഇന്തോ പസഫിക് സാഹചര്യത്തിൽ തർക്കമുള്ള പവിഴപ്പുറ്റുകൾ, അന്തർവാഹിനി നിരീക്ഷണം, ഗ്രേ സോൺ പ്രവർത്തനം എന്നിവ ഇപ്പോൾ സാധാരണയായി മാറിയിരിക്കുകയാണ്. ഈ P8Iയുടെ ശക്തമായ നിരീക്ഷണവും സ്ട്രൈക്ക് സ്യൂട്ടും വെള്ളത്തിനടിയിലുള്ള ഏത് ഏറ്റുമുട്ടലിനും ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കമാണ് നൽകുന്നത്. ഇതൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഇതിന്റെ യൂണിറ്റ് ചെലവ് ഓരോന്നിനും ഏകദേശം $600 മില്യൺ ആയിട്ടാണ് അമേരിക്ക ഉയർത്തിയിരിക്കുന്നത്. നിർദ്ദിഷ്ട ഈ വിപുലീകരണം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിന് രാഷ്ട്രീയവും ബജറ്റും ഒരു തലവേദനയായി ഇപ്പോൾ മാറിക്കഴിഞ്ഞു. പാൻഡമിക്കിന് ശേഷം വിതരണ ശൃംഖലയ്ക്ക് വന്ന ബുദ്ധിമുട്ടുകളാണ് ഇതിന്റെ ചെലവ് ഇത്രയധികം വർദ്ധിപ്പിച്ചത് എന്നാണ് അമേരിക്കയും ബോയിങ്ങും പറയുന്നത്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭാവിയിലെ സമുദ്ര ISR ആവശ്യങ്ങൾക്ക് ഈ പോസിഡോൺ ഏറ്റവും മികച്ച മൂല്യ ഓപ്ഷനായി തുടരും എന്നതിനെ കുറിച്ചുള്ള നിർണായക ചോദ്യങ്ങളും ഇപ്പോൾ അവശേഷിക്കുകയാണ്. അതായത് ഒരു കൂട്ടം വിശകലന വിദഗ്ധർ ഇപ്പോൾ പറയുന്നത് ഈ P8Iക്ക് പകരം MQ-9B സീ ഗാർഡിയൻ പോലുള്ള പ്ലാറ്റ്ഫോമുകളുമായി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്നാണ്. അതായത് ഏറ്റവും പുതിയ മിഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ, മെച്ചപ്പെടുത്തിയ സെൻസർ പേലോഡുകൾ, മൾട്ടി ലെയേർഡ് നിരീക്ഷണത്തിനായിട്ടാണ് MQ-9B സീ ഗാർഡിയൻ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വിപുലീകരിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇതിനെ ഡ്രോണുമായിട്ട് സംയോജിപ്പിക്കാനും സാധിക്കും. ഇങ്ങനെ നിലവിലുള്ള 12 വിമാന കപ്പൽപ്പടയെ നവീകരിക്കുന്നതിന് വേണ്ടി ഈ MQ-9B സീ ഗാർഡിയൻ ഒരു മികച്ച ഓപ്ഷൻ ആണെന്നാണ് വിശകലന വിദഗ്ധരുടെ അഭിപ്രായം. നിലവിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പോസിഡോൺ അണ്ടർ വാട്ടർ കാവൽക്കാരനായി തുടരുക മാത്രമല്ല, ഇന്ത്യയുടെ സുപ്രധാന കടൽ പാതകളെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ IORലെ ഓരോ നീക്കവും വ്യക്തമായി നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ചെലവ് വർധനവ് ഉൾക്കൊള്ളണോ, അതോ ബദൽ ISR പരിഹാരങ്ങളിലേക്ക് തിരിയണോ, അതോ പുതിയ സംഭരണ വിട്ടുവീഴ്ചയിൽ ഏർപ്പെടണോ എന്നത് ഇന്ത്യയുടെ ഒരു ശക്തമായ നിർണായകമായ തീരുമാനം തന്നെയായിരിക്കും. വൻ ശക്തികളുടെ മത്സരം, നാവിഗേഷൻ സ്വാതന്ത്ര്യ തർക്കങ്ങൾ, കടലിനടിയിലെ വർദ്ധിച്ചു വരുന്ന മത്സരങ്ങൾ എന്നിവയാൽ നിർവചിക്കപ്പെട്ട ഒരു രംഗത്തെ ഇന്ത്യക്ക് ഇത്രയധികം അപകട സാധ്യതകൾ മുമ്പൊരിക്കലും ഉയർന്നു വന്നിട്ടില്ല. 6 P8I പോസിഡോൺ സമുദ്ര പെട്രോളിംഗ് വിമാനങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഇന്ത്യയുടെ സമുദ്ര നിരീക്ഷണ ശൃംഖല ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ നീക്കത്തിന് അമേരിക്ക ഇപ്പോൾ ഒരു വൻ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.